ഈശോ തൻ്റെ 12 സ്ലീഹന്മാർക്ക് പുറമെ 72 പേരെ കൂടി തിരഞ്ഞെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സാർവത്രിക ഭാവത്തെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വിളിയും തിരഞ്ഞെടുപ്പും അവയോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെയുമാണ് ഈ തിരുവചന ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയക്കുന്നതിലൂടെ കുടുംബജീവിതവും ദൈവരാജ്യ നിർമ്മാണവും സഭാശുശ്രൂഷയുമെല്ലാം ഒരാളുടെയും തനിപ്പെട്ട ഉത്തരവാദിത്വമോ വൺമാൻ ഷോയോ ഒന്നുമല്ല, മറിച്ച് അത് കൂട്ടായ ഉത്തരവാദിത്വമാണെന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. തിരുവചനത്തിൽ ചെന്നായ്ക്കളെ നേരിടാൻ സിംഹങ്ങളാകാൻ ഈശോ നമ്മോട് പറയുന്നില്ല, മറിച്ച് കുഞ്ഞാടുകളായിരിക്കുവാനാണ് ആഹ്വാനം ചെയ്യുന്നത്. വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും അക്രമത്തെ ശാന്തത കൊണ്ടും കീഴടക്കുന്ന മിശിഹായുടെ സ്നേഹത്തിൻ്റെ ശൈലിയാണിവിടെ നാം പിന്തുടരുവാൻ ശ്രദ്ധിക്കേണ്ടത്. കയ്യിലൊന്നുമില്ലാത്തവന് മാത്രമേ ദൈവത്തിൻ്റെ കൈപിടിക്കാൻ സാധിക്കൂ. അമിതമായ ഉത്കണ്ഠകളും ഭൗതിക മോഹങ്ങളും മാറ്റിവെച്ച് ദൈവപരിപാലനയിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തിരുവചന ഭാഗം നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നു. ആമേൻ.